പരിശുദ്ധനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ തിരുവെഴുത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബ് തൻ്റെ അപ്പനായ ഇസാക്കിനോട് അടുത്ത് ചെന്ന് അവൻ തപ്പി നോക്കി. ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏശാവിൻ്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. അവൻ കൈകൾ സഹോദരനായ ഏശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയെ കൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചന്. അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പൽക്കാലം ദൈവമക്കളൊന്ന് ചിന്തിച്ചു നോക്കാം. ഏശാവും യാക്കോബും തമ്മിലുള്ള അവൻ ഒരു അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇസാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാണുവാൻ വയ്യാതെ വണ്ണം മങ്ങിപ്പോയി. താൻ ഏശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ നീ കാട്ടിപ്പോയി അപ്പന് വേട്ടിറച്ചി കൊണ്ട് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിത്താ, അത് കഴിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. എൻ്റെ മരണദിനം ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഏശാവിനെ താൻ പറഞ്ഞയക്കുന്നത്. അവൻ ഏശാവിൻ്റെ അമ്മ ഇത് മറഞ്ഞെന്ന് കേട്ടോ അനുഗ്രഹങ്ങൾ മുഴുവൻ യാക്കോബിനെ കൊണ്ട് വായ്പാൻ തൊക്കൊണ്ട് പിടിയെ തുറന്നു. ദൈവമക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ യാക്കോബ് ഏശാവിന്റെ കുതുകാല് പിടിച്ച് ഇറങ്ങി വരുന്നതാ. പക്ഷെ സ്വർഗത്തിലെ ദൈവം യാക്കോബിനെ മുന്നമേ കണ്ടു. ദൈവം അവനെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം കാരണമായതിൻ്റെ ഒന്നാമത്തെ ഹല്ലേലൂയ ലക്ഷണം, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു യാക്കോബ്. ഏശാവ് നേരെ മറിച്ച, അവൻ കാട്ടിൽ വേട്ടയ്ക്ക് പോവും, അവൻ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കും. ഇതല്ലാതെ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഏശാവിനില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കള് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഹല്ലേലൂയ. യാക്കോബ് അപ്പനോട് പറയുക, ഞാൻ നിന്റെ മകൻ ഏശാവ് തന്നെ എന്ന് പറഞ്ഞു. അവിടെ കള്ളം പറഞ്ഞിട്ടാ താൻ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചെടുക്കുന്നത്. ദൈവത്തിന്റെ ജനമേ, നാം എവിടെയാണ്, ആരാണ്, എന്താണെന്നൊക്കെ ചിന്തിച്ചിട്ടോ നാം ഒരു കാര്യത്തിന് എടുത്തിയാടാൻ പറ്റുള്ളൂ. പലപ്പോഴും നാം അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. നാം അങ്ങ് എടുത്തു ചാടുക എന്തിനാ? അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. അപ്പൻ പറഞ്ഞ ശബ്ദം കേട്ടിട്ട് നീ ആമേൻ യാക്കോബിന്റെ ശബ്ദമാണല്ലോ. എന്നാൽ അവന്റെ കൈകളിൽ തൊട്ടു നോക്കിയപ്പോ ആമേൻ ഏശാവിന്റെ രോമമുള്ള കരങ്ങൾ പോലെ അപ്പന് തോന്നി. അപ്പൻ അതുകൊണ്ട് അവനെ അനുഗ്രഹിപ്പാൻ തൊക്കൊണ്ട് മിടിയെ തുറന്നു. ആമേ. ശബ്ദമൊന്ന്, ശരീരത്തിന്റെ അനുഭവങ്ങൾ മറ്റൊന്ന്. ഹല്ലേലൂയ. ദൈവമക്കള് നന്നായി ചിന്തിച്ചോണം. താൻ തൻ്റെ അപ്പനെ എങ്ങനെയാ കളിപ്പിച്ചത്? ആടിന്റെ രോമം അമ്മയെ ധരിച്ചുകൊണ്ട് ആമേൻ ഇസഹാക്കിനെ കളിപ്പിപ്പാൻ തക്കൊണ്ട് പിടിയായി തുറന്നെങ്കിൽ ദൈവമക്കളെ, ആമേൻ ഹല്ലേലൂയ. ഈ യാക്കോബിന്റെ ആമേൻ മകനായിരിക്കുന്ന യോസഫ് ആമേൻ മരിച്ചുപോയെന്നും പറഞ്ഞു ആടിന്റെ രക്തത്തിൽ അവന്റെ അങ്കി മുക്കിക്കൊണ്ടുവന്നു തൻ്റെ സഹോദരന്മാർ യാക്കോബിന്റെ അടുത്ത് വന്നിച്ച് പറഞ്ഞു, അപ്പാ നീ തയ്ച്ചു കൊടുത്ത അങ്കി തന്നെയാണോന്ന് ഇതൊന്നും നോക്കെന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹോദരന്മാർ അപ്പന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇതെന്റെ മോൻ ജോസഫിന്റെ അങ്കി തന്നെയാ എന്ന് പറഞ്ഞ് അപ്പൻ നെടുവീർപ്പിട്ട് കരയാൻ തുടങ്ങി. ആമേൻ. കാരണം അപ്പൻ തൻ്റെ അപ്പനെ പറ്റിച്ചപ്പോ അവൻ ഇവിടെ യാക്കോബിനെ തൻ്റെ മക്കള് പറ്റിക്കാൻ ഇടിയെ തുറന്നു. അവൻ യാക്കോബിനെ പറ്റിച്ചത്, അവൻ യാക്കോബ് ഇസാഖിനെ പറ്റിച്ചത് ആടിന്റെ തോല് കൊണ്ടാണെങ്കിൽ യാക്കോബിന്റെ മക്കള് ആടിന്റെ ചോര കൊണ്ട് അപ്പനെ പറ്റിച്ചു. ദൈവമക്കളൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്?
ആമേൻ. എന്താ ഇവിടെ സംഭവിച്ചത്? അപ്പൻ്റെ അനുഗ്രഹങ്ങളും വാങ്ങിച്ചുകൊണ്ട് യാക്കോബ് എന്തുമാത്രം ദൂരം യാത്ര ചെയ്തു. ആമേൻ. ലാബാന്റെ ഭവനത്തോളം യാത്ര ചെയ്തില്ലേ? അവിടെ ചെന്ന് എന്താ സംഭവിച്ചത്? ഒരടിമ പണിയെടുക്കുന്നത് പോലെ ലാബാന്റെ ഭവനത്തിൽ. ലാബാൻ അന്യർത്ഥക്കാരൊന്നുമല്ല, അവൻ്റെ സ്വന്തം അമ്മയുടെ ആങ്ങളെയാ. എന്നിട്ട് പോലും അവിടെ പോയി കഷ്ടപ്പെടാൻ ഇടിയായി തുറന്നു. ഇതാ ദൈവമക്കളെ നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ പകൽക്കാലം നമ്മൾ എന്തൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടു പോയാലും ആമേൻ, ചില കഷ്ടപ്പാടുകളിലൂടെയൊക്കെ നാം മുന്നോട്ട് കടന്നു പോകേണ്ടത് വരും. പക്ഷെ അവിടെയും ദൈവം ഒരിക്കലും എന്ത് ചെയ്തില്ല, യാക്കോബിനെ കൈവിട്ട് കളഞ്ഞില്ല. അവന് ദൈവമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയാനുള്ള കാരണം, തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ ആമേൻ ഒരു വഴിയിൽ ചെന്നപ്പോൾ, ഇല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ ചെന്നപ്പോഴോ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ കാണുവാൻ ഇടയായി തുറന്നു. ആമേൻ. ദൈവദൂതൻ കയറി ഇറങ്ങുന്നത് കാണാൻ യാക്കോബിന് ഇടയായി തുറന്നു. അവനൊരു കല്ലെടുത്ത് നാട്ടി വെച്ചിട്ടോ അവിടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദൈവമക്കൾ ഓർത്തോണം, ഒരു തലങ്ങണി വെച്ചിരുന്ന തലയ്ക്ക് വെച്ചിരുന്ന ആമേൻ കല്ലെടുത്തോ അവനവിടെ മാട്ടിയിട്ടോ അവിടെ അതിനകത്ത് എണ്ണയൊഴിച്ചോ അവൻ ദൈവത്തെ അവിടെ ആരാധിക്കാൻ തുടങ്ങി. ആമേ, യാക്കോബിന് ദൈവമായിട്ടൊരു ബന്ധമുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാ അവൻ ദൈവത്തിൻ്റെ ദൂതനെ കണ്ട സ്ഥാനത്ത് ഒരു കല്ല് നാട്ടിയിട്ട് അവിടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയതോ. ആമേൻ. ആ ഏശാവാണെങ്കിൽ ഈ സ്ഥാനത്ത് അവിടെ ദൈവത്തെ ആരാധിക്കത്തില്ല. അവൻ ഏതെങ്കിലും കാടിനും വെളുംപ്രദേശത്തോ അവൻ വേട്ടമൃഗത്തെ തിരക്കി പോകുമ്പോൾ യാക്കോബ് തൻ്റെ ദൈവത്തെ ആരാധിക്കാൻ ഇടയായി തുറന്നു. അവൻ ദൈവമക്കളെ, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവൻ ദൈവമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഒരു ആരാധനയ്ക്ക് വേണ്ടി നാം അമ്മയത്തിൽ നിന്ന് വേർതിരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവപ്രതി നമ്മൾ വെളിപ്പെടാൻ ഇടയായി തീരും. സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളിൽ നമുക്ക് കണ്ണുകൾ എടുത്ത് ഏൽപ്പിക്കാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവകരങ്ങൾ ഏൽപ്പിക്കട്ടോ. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ വചനങ്ങൾ ഏൽപ്പിക്കുന്നു. അത് കേൾവിക്കാരായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പകൽക്കാലം ദൈവം അനുഗ്രഹിക്കട്ടോ. ദൈവത്തോട് ചേർന്നിരിക്കട്ടോ. കർത്താവെ, ശബ്ദം കൊണ്ടല്ല, അതേ ആമേൻ, വസ്ത്രം കൊണ്ടല്ല, ഈ പകൽക്കാലം ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഒരുക്കട്ടോ. സർവ്വകൃപാലയ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടോ. ദുർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.